തന്നെ. ഓ അവനെടുത്ത് എന്തുകൊണ്ടാണ് അത് കാണുന്നത്? അവൻ ആരും പറയല്ലേ ചരിത്രം 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 ഏതാ കളിക്കെടുത്തത് ചരിത്രം. ഇതാ ഞാൻ പറയണേ, ഈ 1v4 1v5 സിറ്റുവേഷൻ ഒക്കെ വരുമ്പോ ഉണ്ടല്ലോ, കളിക്കാൻ അറിയാവുന്ന എയിമുള്ളവന്മാർ അടുത്ത് പോയിട്ട് ഓവർ കോൺഫിഡൻസ് ആയിട്ട് കൈവച്ചൊക്കെ ഇടിക്കാൻ പോയ മൂഞ്ചി. മനസ്സിലായി? ഞാൻ ഇവന്മാരുടെ അടുത്ത് പ്രത്യേകിച്ച്, ഞാൻ ടി വി ഉള്ളവർക്ക് ഞാൻ പ്രത്യേകിച്ച് പറയാറുണ്ട്, നമ്മളൊരു 10 12 20 15 പേരൊക്കെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആ പിറപ്പ് കാണിക്കാം. 4 പേരെ 5 പേരെ കൊണ്ടൊക്കെ ചെന്നുണ്ടല്ലോ, ഇതുപോലത്തെ എയിമിൽ കളിക്കുന്ന പ്ലേയേഴ്സിന്റെ അടുത്ത് പോയി അഹങ്കാരം കാണിക്കാൻ നിന്ന എടുത്തിട്ട് പൊളത്തിക്കളയും ഇതുപോലെ. അത് ഭയങ്കര സീനാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ഫ്രൈഡേ അസെൻസിയോ മാർസിയിൽ അത് കണ്ടോളി. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു വ്യക്തിനെയും കൂടെ നമുക്ക് ഇന്നലെ ഞാൻ മറച്ചു വെക്കാൻ എന്തൊക്കെ നോക്കിയെന്ന് അറിയാവോ? വായിന്ന് റിക്രൂട്ട്മെന്റ് എന്ന് ടങ് സ്ലിപ്പ് ആവുന്നു, ലെക്സോ എന്ന് റിവീൽ ആക്കല്ലേ എന്ന് പറയുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നടന്നതെന്നറിയോ? ഞാനത് അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ നോക്കിയതാ. അവൻ ലെക്സോ എന്ന് പറഞ്ഞത് ഇതിന്റെ കാര്യമാണ്, അതായത് IP അഡ്രസ് ലീക്ക് ആവല്ലേ എന്ന്. അതൊക്കെ കറക്റ്റ് അങ്ങനെ അങ്ങ് ഇതാക്കി. അതിന്റെ കൂടെ കാസ്ട്രോടെ വായിന്ന ഹിന്ദുടെ വീണപ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടി. മനസ്സിലായ? അയ്യോ, ലംബോർഗിനി കൊള്ളവര് എത്ര രൂപയ്ക്ക് കിട്ടും? അതിന്റെ എല്ലാം കുറച്ചിട്ട് എത്ര കൊടുക്കാൻ പറ്റും? 77 കോടി. തൽക്കാലം ബൈക്ക് എടുക്കാം അല്ലേ? ബൈക്കിന് എത്ര? 40 CR അല്ലേ? ആ 10 CR 76 കൊടുക്കാം. വേണ്ട വേണ്ട, 10 CR ബൈക്ക്. ഇത് വണ്ടി മേടിക്കാനല്ല ഇവിടെ ഇവൻ പോയെന്ന് ഇവനെ കണ്ടാലേ അറിയാം. ഇവന്റെ നിപ്പ് കണ്ടാലേ അറിയാം ഇത് വണ്ടി മേടിക്കാൻ പോയതല്ല. 75 വേണ്ട വേണ്ട, 10 CR ബൈക്ക് മതി. പല 80 CR വണ്ടി ആരും 75 ഇതുവരെ ഇവിടെ മേടിച്ചിട്ടില്ല. ഫസ്റ്റ് കസ്റ്റമർ ആയിരിക്കും. വേണ്ട വേണ്ട, 10 CR ബൈക്ക് മതി. 10 കോടിയുടെ ബൈക്കല്ലേ? അതെ അതെ, ഒരു 8 കോടിക്ക് തരണേ. 9 കോടിക്ക് തരാം. 8 കോടി 10 ഈ 8.5. 9.1. ഇവർ 8.5 ഉറപ്പിച്ചാണ്. ജോയിന്റ് ബാബു വിട്ട് മാറുന്നത് ഞാൻ കൊച്ചായിട്ട് ഇത്ര ഡീലാക്കി വെച്ചിരുന്നായിരുന്നു. ആ കുട്ടി, എനിക്കും ഒരു ബൈക്ക് വേണേ. 2 ബൈക്ക്, ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം ബാലിന്. ബാലന്റെ പേരുണ്ട്. ചില്ലറ അല്ലേ? സ്റ്റോക്കില്ലെന്ന് എനിക്ക് ആദ്യം പറഞ്ഞ ഞാനില്ലേ ഹയബൂസ് അടിച്ചു തന്നെ ഇങ്ങോട്ട് വേഗം. 9 കോടി 10 കോടി ഞാൻ തരാം. 10 കോടി ഞാൻ തരാം കുട്ടി. 12 കോടി. ഇങ്ങോട്ടൊന്ന് ഇരിക്കണേ സാർ, പ്ലീസ്. 2 പേരും ഇരിക്കണേ. ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയർ ബൈക്കാണ്. ഈ സാധനം ഒറ്റ പീസേ ഉള്ളൂ, 2 പേർക്ക് ആവശ്യമുണ്ട്. അതെ അതെ അതെ. പിന്നെ ഡീലർഷിപ്പ് പോയി മറച്ചു വിറ്റാൽ തന്നെ ഒരു 20 CR കിട്ടും. കാര്യം ഒന്നേ ഉള്ള വണ്ടി. അപ്പൊ നമുക്ക് ലേലം ആരംഭിക്കാം. 10 CR ആണ് ബേസ് പ്രൈസ്. 15 കോടി, 16 17 കോടി, 17 19 കോടി, 19 എടുത്തോ 20 കോടിക്ക് എടുത്തോ. എനിക്ക് വേണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ, പിന്നീട് ഈ ബൈക്ക് വീണ്ടും വരുമോ? വരും. ലേലം ഞാൻ ജയിച്ച സ്ഥിതിക്ക് അത് ആ 10 കോടിക്ക് തന്നാൽ പോരെ? എന്നാ പിന്നെ ഞാൻ വെച്ച് കൊടുത്തല്ലേ തലക്കടിച്ചു കൊടുത്തു. അതിന്റെ മുഞ്ചാരം വിട്ടിരിക്കുന്നത്. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ വാ. 2 പേർക്കും കിട്ടിയ ഒരുപോലെ അല്ലടാ, ഞാൻ ഓടിച്ചാ പോരെ? ഉള്ളടാ. എന്തൊക്കെ ഐറ്റങ്ങളല്ലേ ബോബ് സ്റ്റാറാ? എന്താ ശബ്ദമൊക്കെ പോയല്ലോ ബോബ് സ്റ്റാറെ? എന്താണ് തല പൊങ്ങിയത്? എന്നെ ആരെങ്കിലും അടിച്ചായിരുന്നോ? 40 അവസ്ഥയിൽ കൈ വെച്ചായിരുന്നു ഞാൻ. ഭയങ്കര ഒരു ക്ഷീണം, ഇതുവരെ എനിക്ക് ജീവിതത്തിൽ ഇല്ലാത്തൊരു ക്ഷീണം. ഞാൻ ഇനി ഒരു സത്യം പറയണ്ടേ? ചെന്നപ്പോ എന്നെ വിളിച്ചിട്ട് പറയാണേ, എണ്ണാ ഞങ്ങളെല്ലാരും ഇവിടെ ഉണ്ട്, നിങ്ങൾ അങ്ങോട്ട് വാന്ന്.
ഞാൻ ചെന്നപ്പം ഒരാൾ പൂളില് കിടക്കുക. പൂളിലൊരു ടേബിള് ഞാൻ ചെല്ലുമ്പം ബോബിന്റെ തലയിൽ ഒരു ടേബിൾ ഇരിക്കുക. എന്നിട്ട് എന്റെ അടുത്ത് നേരെ വന്നിട്ട് എന്റെ അടുത്ത് പറയാ, അണ്ണാ വാണ്ടാന്ന് പറയട്ടാ. ഞാൻ നോക്കുമ്പോ ഒരു ടേബിൾ ഇരിക്കണം അതിന്റെ പുറത്ത്, വെള്ളത്തിനകത്തിരിക്കുക. ടേബിളിന് വേറെ ഒന്നുമില്ല, ഒരു ടേബിള്. എന്നിട്ട് അതിന്റെ കാല് വെള്ളത്തിനകത്തും ബാക്കി എടുത്ത് കരക്കി വെച്ച്. തലേദിവസേ ഷൺമുഖ മാമന്റെ സൈക്കിള് ഞാൻ സ്നൈപ്പോട് എടുത്തോണ്ട് പോയി രാത്രി. പിരിവെക്കിട്ടിട്ട് വാങ്ങിച്ചു കൊടുക്കേ ഗിയർ സൈക്കിള്. ലോഡ് സൈക്കിൾ അടിച്ചോണ്ട് ഞാൻ സ്നൈപ്പ് പോയെന്ന് പുള്ളി പറഞ്ഞു വരത്തിയ കേസല്ലേ. ഇവന്മാരെ മേടിച്ച് പുള്ളി സൈക്കിൾ ബാത്റൂമിൽ അത് അവിടുത്തെ കെയർ ടേക്കർ ഷൺമുഖമാവനുണ്ട് കേട്ടാ. ഷൺമുഖമാവന്റെ സൈക്കിൾ എടുത്തോണ്ട് പോയി ഇവന്മാര് രാത്രിയില്. സ്നൈപ്പിനെ സൈക്കിളിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞങ്ങൾ രണ്ടുകൂടി രാത്രി ലോഡ് അടിച്ചു പോയത്. പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. എന്താണ് പ്രശ്നം? ഇത് എന്തിനു പറ്റിയത്? നിനക്ക് നീ ഇന്നാണല്ലേ തെളിഞ്ഞത്? ഇന്നല്ലേ ഒന്ന് എത്തി ഉഷാറായത്. ഉച്ച വരെ തളർന്ന് കിടക്കിയിരുന്നു ഞാൻ. പി സിന് പോലും പോകാത്ത എന്തൊക്കെ തരം ആൾക്കാര് ദൈവമേ, ഒരു പരിധിയില്ലടാ. ഇനിയിപ്പോ വേൾഡ് കപ്പ് തുടങ്ങിയ സ്ഥിതിക്ക് എലക്ഷൻ പോലെ മുക്കിനും മൂലയ്ക്കും ഫ്ലെക്സ് ആയിരിക്കും അല്ലേ? സത്യം കേട്ടാ. ഇതിന്റെ ആണല്ലേ ഒരു പയ്യൻ ഇന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ച് ഫ്ലെക്സ് അടിക്കാൻ പൈസ തരുമെന്ന് ചോദിച്ച് കേട്ടാ. ഇതിന്റെ ഫ്ലെക്സ് ആണ് കേട്ടാ അത്. എനിക്ക് എപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ഞാനും ഒത്തിരി 10ാം ക്ലാസ് ജയിച്ചതിന്റെ മറ്റേ ഇതുവല്ലോ ആണ്. ഞാൻ ഉറക്കത്തിൽ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ചതാ. ഇതിന്റെ 400 ഫീറ്റ് വെച്ചിട്ടുണ്ടാന്നോ? 400 ഫീറ്റ് ഫ്ലെക്സ് അടിക്കാനൊക്കെ എത്ര രൂപ വരുവടാ? ബ്രസീലിന്റെ പേജിലൊക്കെ ഏതോ ഒരു ബ്രസീൽ ഇത് അവരെല്ലാരും ഫോളോ 400 ഫീറ്റ് ഫ്ലെക്സ് അടിക്കാന്നൊക്കെ പറഞ്ഞ എത്ര രൂപ വരും അതിന്? നല്ല പൈസയാവും. 1 ലക്ഷം? 1 ലക്ഷം? 1 ലക്ഷം രൂപയ്ക്കൊന്നും 400 ഫീറ്റ് ഒന്നും അടിക്കാൻ പറ്റില്ല. ഇതൊരു 100 ഫീറ്റിന് 10,000 രൂപ. അല്ലടാ, അത്ര ആവല്ല, അതിലും കൂടുതലാവും. അല്ലല്ല, നല്ല പ്രൈസ് ആവണ്ട. 4 ലക്ഷം രൂപയെങ്കിലും ആവും. ചാറ്റിലൊക്കെ പറയുന്നുണ്ട് 4 ലക്ഷം രൂപയാകൂ. 4 ലക്ഷം 400 അടിയില്ല അണ്ണാ. 700 അടി ലോഡിങ്. പക്ഷെ ഒരു കാര്യത്തിലേ ഉള്ളൂ വിഷമം. ഇത് ഒഫൻസീവ് ആവാതെ എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഇന്ത്യയിൽ ഇരുന്നിട്ട് ഇന്ത്യൻ ടീമിനെ അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ലെവലിലേക്ക് ഇന്ത്യൻ ഫുട്ബോളൊക്കെ വളർന്നു വന്നാൽ അടിപൊളിയായിരുന്നേനെ അല്ലേ? സത്യം. അല്ല, ഞാൻ പറയണത് അങ്ങനെ ഒരു ടീം നമുക്ക് ഇപ്പൊ കറന്റ് ഇല്ല. അത് ഈ പറയണത് പോലത്തെ ബാക്ക് എൻഡിലുള്ള കളികള് കുറെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ടീം, ഒരു ഇന്ത്യൻ ടീം ഫുട്ബോളിലും ക്രിക്കറ്റിലും ഡോമിനേറ്റ് ചെയ്യുന്നത് പോലത്തെ ഒരു ഫുട്ബോൾ ടീം കൂടെ വന്നിരുന്നെങ്കിൽ ഈ പറയണ 400 അടിക്കും 600 അടിയും ഒക്കെ വെച്ചേനെ. അത് വേറൊരു കാര്യമാണ്. പൊളിറ്റിക്സ് ഉള്ളതാ, അതിനകത്തുള്ള പൊളിറ്റിക്സുകളാണ് അതൊക്കെ. ഗവൺമെന്റ് സപ്പോർട്ടില്ല, അറിയാം ബ്രോ. ഇന്ത്യയിൽ കറന്റ് ക്രിക്കറ്റിന് മാത്രമേ ഉള്ളൂ സപ്പോർട്ട്. ക്രിക്കറ്റിന്, അതും നമ്മുടെ ഈ സൗത്ത് സൈഡ് അത് ഭയങ്കര കുറവാണ്. നോർത്തിലാണെങ്കിലും ക്രിക്കറ്റിനാണ് കറന്റ് സ്പോർട്സ് എന്നുള്ള രീതിയിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആളാണ്. ബട്ട് സ്റ്റിൽ ഞാൻ വേറൊരു കാര്യം പറയാം. ക്രിക്കറ്റിലെ പ്ലേയേഴ്സിന്റെ അച്ചീവ്മെന്റ്സും ക്രിക്കറ്റ് അച്ചീവ്മെന്റ്സും ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടാറുണ്ട്. ഓൺ ദ സെയിം സൈഡ് ബാക്കി ബോക്സിങ്, ബാക്കി എന്ത് നാഷണൽ അച്ചീവ്മെന്റ്സ് എടുത്താലും ആ പ്ലേയേഴ്സിന് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ആൾക്കാർക്ക് റെക്കഗ്നൈസേഷൻ കിട്ടാറില്ല. മലയാളികളടക്കം എല്ലാവരുടെയും കാര്യമാണ് പറയണത്. എല്ലാവരുടെയും കാര്യം പറഞ്ഞത്. ക്രിക്കറ്റ് അല്ല, നമ്മുടെ നാഷണൽ ഗെയിം ഹോക്കി അല്ലേ? ആ ഫ്ലെക്സിൽ ഇന്ത്യൻ ടീമിന്റെ ഫോട്ടോ ഉണ്ട്. മനസ്സിലായി? അല്ല, ഞാൻ പൊതുവെ പറഞ്ഞതാ ബ്രോ, ഞാൻ പൊതുവെ പറഞ്ഞതാ. അത് അങ്ങനെ കിട്ടാറില്ല നമുക്ക്. ഫുട്ബോൾ കളിക്കാരോ? അല്ലല്ല, ജഗോര. അല്ല, ഞാൻ ഏറെ അതായിട്ട് പറഞ്ഞതാ. പോർച്ചുഗലല്ലേ പറഞ്ഞ പോലെ മറ്റേ റൊണാൾഡോ പോർച്ചുഗലല്ലേ? ഞാൻ പെട്ടെന്ന് സ്പെയിനാ പറഞ്ഞത്. സ്പെയിനൊക്കെ ഫാൻസ് ഉണ്ടാവല്ലേ കേരളത്തില്? ഉണ്ട്. എല്ലാ ടീമിനും ഉണ്ടാവല്ലേ കേരളത്തിൽ ഫാൻസ്?
ദുൽഖർക്ക് ഒരു ദിവസം ഗ്ലാമർ ആയിക്കൊണ്ടിരിക്കും അല്ലേടാ. ഇത് അപ്പനെ പോലെ തന്നെ പ്രായം കൂടുതോറും പുള്ളിക്ക് ഗ്ലാമർ ആയി വരുമോ. 40 വയസ്സെന്താ കഴിഞ്ഞ്? 40 വയസ്സായാലും ദുൽഖറിന് 40 വയസ്സെന്താ പുള്ളിക്ക്? ഒന്ന് ആലോചിക്ക്. കൂടെ 40 വയസ്സോ? ഇപ്പൊ കൺഫേം ചെയ്യാം. കൂടെ 40 വയസ്സൊന്നുമില്ല പുള്ളിക്ക്. 40 വയസ്സുണ്ട് പുള്ളിക്ക്. 1983 ജനിച്ച ദുൽഖർ സൽമാൻ 42 വയസ്സ്. പോടാ 39 വയസ്സ് പോടാ. ഇപ്പൊ ഇതെന്തിട്ട് കള്ളം പറഞ്ഞത്? വിക്കിപീഡിയാണ്, വിക്കിപീഡിയ. ദുൽഖർ സൽമാൻ ഈസ് 39 year old. He was born on July 28, 1986. 83 ഞാൻ കിടക്കണേ. 42 വയസ്സോ? ഓ 39 വയസ്സാണ് കിടക്കുന്നതിനകത്ത്. താഴെ വിക്കിപീഡിയ നോക്ക്, അത് മറ്റേ ഏതാണ്? 1983 42 വയസ്സ്. കണ്ട അണ്ണനെ 32. എനിക്ക് 32 ആയില്ല. എനിക്കിപ്പോ ഈ മാസം 29 ഉള്ളൂ. എന്താ ഞാൻ 30 കടന്നില്ല. ഇടാ എന്നാലും 42 വയസ്സിട്ടു പുള്ളിക്ക്. അതല്ലേ ഞാൻ പറഞ്ഞ എന്താണ് സംഭവം? അച്ഛനും മോനോട് മത്സരിക്കണ സത്യല്ലേ? പൃഥ്വിരാജിന്റെ ലേറ്റസ്റ്റ് പോസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ട് അങ്ങേരും ഇതുപോലെ തന്നെ എല്ലാം ഫിറ്റ്നസും നല്ല ഫുഡും ആണ്, പിന്നെ ഉറക്കം. ഇതാണ് അതിന്റെ റീസൺ, വേറൊന്നും അല്ല. നമ്മള് രാത്രി വെളുപ്പിനെ 5 മണി 6 മണി വരെ റീലും തോണ്ടി ഇരുന്ന് എപ്പോഴോ എണ്ണീറ്റ് ചോറും തിന്ന് പിന്നെയും കിടന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പാക്കി ഉറക്കവും ഇല്ല, ജിമ്മിലും പോകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കണം. മനസ്സിലായ? ചന്ദ്രനെയൊക്കെ കണ്ടില്ലേ? ചന്ദ്രനെ കണ്ടില്ലേ? വേണ്ട കട്ട് വരും വേണ്ട. ഇറക്കി വളരെ ഇറക്കി. ഞാൻ ഇതൊക്കെ കുടിക്കുന്ന കണ്ടിട്ട് ഞാൻ ഹെൽത്തി ആണെന്ന് വിചാരിക്കരുത്. ഞാൻ ഇന്നത്തെ എന്റെ ആ ഫസ്റ്റ് ഫുഡ് ഇതാ. ഇത് തിന്ന ഇനി ഉണ്ടല്ലോ ലൈവ് എൻഡ് ചെയ്യുമ്പോ ബർഗർ കിങ്ങിന്ന് ബർഗർ മേടിച്ച് തിന്നും. ഞങ്ങൾക്ക് ഓരോ ബർഗർ. നീ മറ്റേ വാളകത്ത് നിന്റെ മറ്റേ കടയിൽ പോയി ബർഗർ തിന്നിട്ട് വാ. പൈസ തരുമോ? പണിക്ക് പോടാ, പണിക്ക് പോ. Not obsessed, just emotionally trapped in a magical universe. എന്താ ഇതൊക്കെ പറഞ്ഞൂടെ? ഹാരി പോട്ടർ അല്ലെന്ത് ഇത്രയുള്ള വീഡിയോ? മറ്റേ ഒബ്സഷൻ എന്ന് പറയുന്ന മൂവി ഉണ്ടായിരുന്ന? ഇല്ലില്ല, കാണണം. ദയവ് ഇതൊന്നും മിണ്ടല്ലേ, ദയവ് ഞാൻ കണ്ടോളാടാ അവനെ. Messi, Lionel Messi is. My son said, "Dad, you know who's going to be there today?" And I said, "No, I got a lot of things going on." He said, "Messi." I said, "Really?" He's a big fan. He's a big fan of yours. He thinks you're just a great person, and I think you got to meet a little while. So he's a big soccer fan, but he's a tremendous fan of yours, and a gentleman named Ronaldo. He's a big soccer fan, but he's a tremendous fan of yours, and a gentleman named Ronaldo. ഇതിന്റെ ഒറിജിനൽ ഇങ്ങനെ അല്ലെന്നോ? വീഡിയോ കിട്ടുന്ന കേട്ടോ, അത് ഭയങ്കര ഒറിജിനാലിറ്റി കേട്ടോ അതിന്. അങ്ങനെ റൊണാൾഡോ എന്ന് പറഞ്ഞിട്ടേ ഇല്ല പുള്ളി അതിനകത്ത്. ആണോ? അപ്പൊ റൊണാൾഡോ ഫാൻസ് സന്തോഷം കണ്ടെത്താൻ വേണ്ടി ചെയ്ത പരിപാടിയാട്ടത്. നമ്മുടെ ഇപ്രാവശ്യത്തെ ഫിഫയിൽ ഒരു മലയാളി പയ്യൻ കളിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ. റൊണാൾഡോക്കാണോ മെസ്സിക്കാണോ അത്? രണ്ടുപേർക്കും ഇച്ചിരി മെസ്സി ഇതല്ലേ, സ്പാനിഷ് അല്ലേ? സ്പാനിഷ്, ഇംഗ്ലീഷ് അറിയത്തില്ലല്ലേ ഇവർക്ക്? ഇല്ല, രണ്ടുപേർക്കും ഇച്ചിരി പ്രശ്നങ്ങളാണ്. നിന്റെ മൈക്ക് എന്തിനാണ്? ഹലോ എല്ലാവരും മലയാളി പയ്യൻ കളിക്കുന്നുണ്ട്. ഒരു എരപ്പ് വന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും? ഉണ്ട്, എല്ലാവർക്കും ആണ്. എല്ലായിടത്തും അണ്ണന്റെ എനിക്ക് കേൾക്കുന്നുണ്ട്. ഹലോ, ഇംഗ്ലീഷ് അറിയാൻ ഇപ്പൊ ശരിയായി. നിങ്ങൾക്കില്ലല്ലേ? എനിക്കുണ്ടായിരുന്ന. ഇപ്പൊ ശരിയായി.
റൊണാൾഡോ ബെറ്റർ പോടാ ബാബയെന്ന് കണ്ട ഇതൊക്കെയാണ് പ്രശ്നം. ഞാൻ നല്ല പറഞ്ഞ ഫിഫയിൽ ഒരു മലയാളി പയ്യൻ കളിക്കുന്നുണ്ട്, മലപ്പുറംകാരൻ. വേൾഡ് കപ്പ്. ആ വേൾഡ് കപ്പിൽ മലയാളിയാ? മലയാളി മലപ്പുറംകാരൻ. ഏത് ടീമില്? അത് ഇപ്പൊ തപ്പിയെടുക്കട്ടെ, വെയിറ്റ്. ഖത്തറാണ് തോന്നുന്നു, ഖത്തറിനെ റെപ്രസെന്റ് ആണെന്ന് തോന്നുന്നു. GCC കൺട്രീസിൽ നിന്ന് പിന്നെയും കേറാൻ പറ്റുവാടാ മലയാളികൾക്ക്. ഖത്തറല്ല. ഓ ഓക്കെ. ഖത്തറൊക്കെ ഉണ്ടല്ലേ വേൾഡ് കപ്പില്? ഉണ്ട്, നമ്മള് മാത്രമേ ഉള്ളൂ. UAE ഒക്കെ ഉണ്ടോ വേൾഡ് കപ്പില്? ഇല്ല, സൗദി ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞിട്ട്. ഖത്തറുണ്ട്. ഈ സൗദിയിൽ ഏതോ ടീമിന് വേണ്ടി കളിച്ചിട്ടില്ലേ റൊണാൾഡോ? അൽ നാസറിന്. ഇതൊക്കെ എനിക്ക് അറിയാം കേട്ടാ, പക്ഷെ പഠിച്ചു വരുന്നത് ഞാൻ ഈ സീസണിൽ നമ്മള് നോളജ് ഗെയിനിങ് ആണ്. എനിക്ക് നോളജ് ഗെയിനിങ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നത് കേട്ടാ. ഈ സീസൺ തൊട്ട് ഈ വേൾഡ് കപ്പ് തൊട്ട് ഫുട്ബോളിന്റെ നോളജ് ഗെയിനിങ്ങിലേക്ക് ഞാൻ ഇറങ്ങി കഴിഞ്ഞു. എല്ലാം പഠിക്കണം, എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു പഠിക്കണം. അണ്ണാ ഇതുപോലെ ഷൂട്ട് ചെയ്തതാണ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. ഐഫോണിൽ ഷൂട്ട് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. ഐഫോൺ അണ്ണാ ഇത് ഫോണിൽ ഷൂട്ട് ചെയ്തതാണ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം. ഒന്നുമില്ല, നൈസ്. ഇന്ന് ഇത് ഫുള്ളാടാ. അപ്പൊ നമുക്ക് TAK ഡ്രീമർ. ഓക്കെ ഗൈസ്, അപ്പൊ TAK ഡ്രീമർ വന്നിട്ടുണ്ട് നമ്മുടെ ലൈവിൽ. ഡ്രീമർ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചാനലിന്റെ ലിങ്ക് ഞാൻ എന്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ഡ്രീമറിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പൊളി കളിയാണ്, ഒരു രക്ഷയില്ലാത്ത കളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ കണ്ടു നോക്കുക. അവന്റെ ഗെയിം ഉണ്ട്. കുറെ സ്കോഡ് വൈബ്സ് മിക്സ് ചെയ്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും കയറി എന്റെ കമ്മ്യൂണിറ്റി ടാബിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെക്കനെ, കേട്ടോ. എത്ര വർഷമാണ് ഞങ്ങൾ ഒരുമിച്ച്, എത്ര വർഷം. ഗൈസ് എനിക്കൊരു റാൻഡം ഗെയിം ചെയ്ത് കിട്ടിയത് ഇവന്. റാൻഡം ഗെയിം ചെയ്ത് ഒരു റാൻഡം ഇതായിട്ട് നമ്മുടെ അക്മയുടെ ഒക്കെ കൂടെ എനിക്ക് കിട്ടിയതാണ്. ഇത് കണ്ടാ നിങ്ങൾ എന്റെ ക്ലോസ് എൻകൗണ്ടർ ഇൻ ഇന്ത്യ. തൊടാൻ പറ്റില്ലായിരുന്നു എന്നെ. കാരണം ഇത് വരാനുള്ള കാര്യമുണ്ട് ഗൈസ്. എന്താന്ന് പറയട്ടെ, ഞാൻ ബൂട്ട് ക്യാമ്പ് മാത്രമേ കളിക്കുള്ളൂ. അപ്പൊ ഞാൻ ഇറങ്ങും, ഫൈറ്റ് എടുക്കും, ക്ലോസ് എൻകൗണ്ടർ എടുക്കും, ചാവും. മനസ്സിലായ? അങ്ങനെ കളിക്കുമായിരുന്നു. ഒരു സീസണിൽ ഞാൻ 3000-4000 കളി കളിക്കും. ഇതായിരുന്നു എന്റെ ലൈഫ് എന്ന് പറയണത്. ആ സമയത്തെന്നൊക്കെ പറഞ്ഞ ഇതിനു വേണ്ടി ഇരിക്കുമായിരുന്നു. അതുപോലെ ഇരിക്കുമായിരുന്നു. എന്റെ പൊന്നോ, ബൂട്ട് ഇറങ്ങാ അടിക്കാൻ ചാവുക. അങ്ങനെ നിന്ന സമയത്താണ് എനിക്കുണ്ടല്ലോ എന്റെ അന്നത്തെ സ്വഭാവം ഉണ്ടല്ലോ. എന്റെ സ്വഭാവം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഞാൻ ഭയങ്കര ബ്ലെയിമർ ആയിരുന്നു. എന്നുവെച്ചാ എനിക്ക് ബ്ലെയിം ഗെയിം കൂടുതലായിരുന്നു കുറച്ച്. എന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ഞാൻ തിരിച്ചറിഞ്ഞ കാര്യം അതാണ്. ഞാൻ ആ സമയത്ത് ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്യുമായിരുന്നു. അതായത് ഞാൻ പോയിട്ട് എന്തായാലും 2 പേരെ നോക്കാക്കും, 3-ാമത്തെ എന്നെ അടിച്ചിടുമ്പോ ഞാൻ ഉണ്ടല്ലോ അത് 6 തലയിൽ വെക്കണം. അപ്പോഴേ ഡ്രീമർ ഒന്ന് വാടാ, 1 HP ആടാ. ചിലപ്പോ അവന്റെ കശത്ത് പോലും വെടികൊണ്ടിട്ടുണ്ടാവില്ല. 1 HP ആടാ, ഒന്ന് വാടാന്ന് പറയട്ടാ. അങ്ങനെ ഞാൻ ഈ തെറിയൊക്കെ പറയണ സമയത്ത് ചന്ദ്രൻ ഉണ്ടല്ലോ ഇത് മിണ്ടാതിരുന്ന് കേൾക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റിൽ എനിക്ക് അവനോട് സഹതാപമായി. ആ സഹതാപം പിന്നെ എനിക്ക് സ്നേഹമായി. പിന്നെയാണ് അവനെ ഞാൻ അങ്ങനെ ഞങ്ങളുടെ ഇത് തുടങ്ങണ. മനസ്സിലായ? സത്യം പറയാലോ. പിന്നെ അങ്ങനെയാണ് ഞങ്ങള് തമ്മിലുള്ള ആ ഒരു ഇത് തുടങ്ങണ, കേട്ടോ. ഇങ്ങനെ വീഡിയോ ഒക്കെ വന്നിട്ട് നാളെ ഇപ്പൊ MRCന് അടിയൊക്കെ നടക്കുന്ന പോലെ ഞാൻ ഡ്രൈവറോട് ആ കോൺട്രവേഴ്സി ആണോ അല്ലേ? ഡ്രൈവർ വന്നിട്ട് പറയാം ഇവനെന്നെ കാറൊക്കെ കഴിപ്പിക്കുമായിരുന്നു, വീട്ടിലെ പശുവിനെയൊക്കെ കറപ്പിക്കുമായിരുന്നൊക്കെ പറഞ്ഞു വരണം അല്ലേ? ഇപ്പൊ എന്റെ ഒരു സാഹചര്യം വെച്ച് അങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉണ്ട് കേട്ടാ. ഡ്രൈവറായിരുന്നു കല്യാണ ദിവസം റിസപ്ഷൻ.
ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുന്ന ഒരു ദിവസം ഉടനെ ഉണ്ടാവും. അതെല്ലാവർക്കും ഞാൻ ഓൾ ദ വെരി ബെസ്റ്റ് പറയുന്നത്. ഞാൻ അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫ്രം TAK ഡ്രീമർ ടു ഇപ്പോഴത്തെ TVH ചന്ദ്രൻ എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷനും, അല്ലെങ്കിൽ അന്നത്തെ മറ്റേ ഈഗിൾ എന്ന് പറഞ്ഞ ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന ആ സാധനത്തിൽ നിന്നും പരുന്തുവാസനോടുള്ള ട്രാൻസ്ഫോർമേഷനും ഞങ്ങൾക്ക് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായെടുത്തൊരു സാധനമാണ്. അതായത് കൺസിസ്റ്റൻസി, ഈ പറയണത് പോലെ അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് എത്തിയ സാധനമാണ്. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം ഇതാവുന്ന ഒരു ദിവസം ഉറപ്പായിട്ടും വരും. ഉറപ്പാണ് ഗൈസ്, ഉറപ്പാണ്. അത് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവരോടും. താങ്ക് യു. സെയിം ടു യു അണ്ണാ. പിന്നല്ല, ആ വീഡിയോ കൊള്ളാടാ, ഈ വീഡിയോ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ. ബ്രോ നാക്സ് എഡിറ്റേഴ്സ് ഏടാ, താങ്ക് യു. നല്ല വീഡിയോ, നല്ല വീഡിയോ. When I see mom doing some funny, she asked me to do. കൂട്ടിലിരിക്കും പുണ്യാള, കാട്ടിലെ പെണ്ണിനെ മാറ്റിക്കോ, പീഡനമാണ് പെണ്ണിലേക്കും ലീവായോ. അല്ലേ, എന്റെ അങ്ങനെ വലുതായിട്ട് പറയൂലായിരുന്നു. അണ്ണാ മിസ്സിംഗ് ദിസ് ഓൾഡ് ഡേയ്സ്. കൊച്ചി TV is famous for ഞാൻ നിങ്ങൾ ഇതൊക്കെ കാണുമായിരുന്നോ? നീ കാണുമായിരുന്നോ ബോബ ഇതൊക്കെ? ബോബു പോയി. നീ കാണുമായിരുന്നു ഇതൊക്കെ? ഞാൻ കാണുമായിരുന്നു. മായക്കണ്ണൻ, ഡോറാബുജി. അല്ല, ഇതൊക്കെ കാണുമായിരുന്നത്? ഇതിനകത്ത് ഇത് മായക്കണ്ണൻ. ഇത് മായക്കണ്ണനാ? ഇത് ഇത് മായക്കണ്ണനാ. ഇത് മായക്കണ്ണനാണത്. ആ കണ്ടില്ലേ അന്നടുക്ക് നെറ്റിയില്? ഞാനിത് ഫുള്ളൊക്കെ വിട്ട് വേറെ ഇത് കാണാൻ വേണ്ടി ഇരിക്കുന്നത്. ഹീമാൻ കാണുമായിരുന്നു. എനിക്ക് പോപ്പോ ഇത് സെയിലർമാന്, പിന്നെ വേറൊരു സാധനം ഉണ്ടല്ലോടാ, എന്തോ, അയ്യോ അതിന്റെ പേര് മറന്നുപോയി. ടോമാൻ ജെറി, പോപ്പോ ഇത് സെയിലർമാന്, പിന്നെ മറ്റേ ഇതിനകത്തൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, മറ്റേ വെള്ളം അല്ല കാസ്റ്റിലോ എന്തോ അങ്ങനെ എന്തോ അല്ലേ, ടക്കേഷി കാസ്റ്റില്. അയ്യോ അത് ശരിക്കും പറഞ്ഞാ ഞാനും ചേച്ചി രാവിലെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനും ചേച്ചി രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞാൽ പരിപാടി തുടങ്ങുമ്പം ചേച്ചി ഒരു ദിവസം ബ്ലൂ, ഇപ്പൊ രാവിലെ എണ്ണിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ടോസ് ഇട്ടിട്ട് ഇന്ന് ചേച്ചി ബ്ലൂ, ഞാൻ റെഡ്, ഞങ്ങൾ അങ്ങനെ പറയും. എന്നിട്ട് അന്ന് ആരാണോ ജയിക്കുന്നത് അവര് ജയിച്ച്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് പറഞ്ഞ് താറ്റും. മനസ്സിലായ? ഇതൊക്കെ അങ്ങനെയായിരുന്നു ആ സമയത്ത്. നിങ്ങൾ അത് അങ്ങനെയാണോ കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പവർ റേഞ്ചേഴ്സ് ഓർമ്മയുണ്ട്. പിന്നെ പവർ റേഞ്ചേഴ്സ് ഒക്കെ ഓർമ്മയുണ്ട്. ബെൻഡന, പോക്കിമാന്, അതൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ബെൻഡന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാ, ഈ ഡ്രാഗൺ ബോൾസ് ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പണ്ടേ എന്ത് മേടിക്കും, ചീറ്റോസ് മേടിക്കുമ്പം ഒരു കവറിനകത്ത് മറ്റേ ഇത് ബേബ്ലേഡ് കിട്ടും, കറക്കുന്ന, കൈവച്ച് കറക്കുന്ന, ഓർമ്മയുണ്ടോ? പമ്പർ, ബേബ്ലേഡ് അല്ല പമ്പര, കൈവച്ച് രണ്ട് സൈഡിൽ ഓരോ ആരോ പോലത്തെ സാധനം ഉണ്ടാവും. അത് രണ്ട് കയറ്റി വെച്ചിട്ട് അത് അതിന്റെ നടുക്ക് കുത്തിയിട്ട് കറക്കാൻ പറ്റും. ഓർമ്മയുണ്ടോ അതൊക്കെ? അയ്യോ, എന്റെ അളിയ ബൂസ്റ്റ് മേടിക്കുമ്പോ ബോള്, ടെന്നീസ് ബോൾ കിട്ടുമായിരുന്നു ബൂസ്റ്റിന്റെ കൂടെ. ടെന്നീസ് ബോള്, മറ്റേ പച്ചക്കളർ ബോളിൽ. എന്നാലും ആ സമയത്ത് അത് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാ. എന്തോ ഞാൻ ആ ബൂസ്റ്റിന്റെ കണ്ണാടി ഇട്ട എന്തോരം അച്ഛനോട് കാലം പിടിച്ചെന്നറിയാ. കിട്ടിയിട്ട് മുഖത്ത് വെച്ചിട്ട് ഒരു കാര്യം പാട്ടിക്കാഷ്ടം നിൽക്കും. അത് സത്യമല്ലേ? സത്യം. മറ്റേ സച്ചിൻ എന്തായിരുന്നു പണ്ട് ആടിൽ വെക്കുന്ന, അതെല്ലാം കിട്ടിയിട്ട സാധനം നമ്മള് വെച്ചപ്പോ അയ്യോ. സച്ചിൻ വെച്ചപ്പോ അടിപൊളി. നമ്മളുണ്ട് ഷോൺവിഷ് കുമാർ, 25 വയസ്സ്, മുതുവാഴ, ഹോമിയോ ടു അമ്മ. ഇത് ഞാനല്ലേ? സീനാൻഡ് റൈഡർ അല്ലായിരുന്നോടാ ഞാൻ ഇതൊക്കെ ഇട്ട് വൈകുന്നേരം ഒരു 3:30 ആകുമ്പോ എറണാകുളത്ത് രാജഗിരി കോളേജ് വിടുമ്പോ അതിന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോകും, തിരിച്ചു വരും, പിന്നെ അങ്ങോട്ട് പോകും, തിരിച്ചു വരും. അതൊക്കെ ആയിരുന്നു എന്റെ പരിപാടി ആ സമയത്ത്. AGVയുടെ ഹെൽമെറ്റ് എടുത്ത് കുടിച്ചാൽ മോന്ത അടിച്ചാൽ തിരിച്ചു. ഒരെണ്ണം തരത്തില്ല.
തരത്തില്ല. വെളിയിൽ ഇറങ്ങുമ്പോ മേടിക്കണം. വെളിയിൽ ഇറങ്ങുമ്പോ മേടിച്ച് പൂച്ചാ മതി. എന്റെ മനസ്സ് പറഞ്ഞു ഇവരുടെ മുഖം ഇപ്പോഴത്തെ ആ ഫേസിന്റെ വണ്ണോ അതോടെ നോക്കടാ, എന്ത് ഡിഫറെന്റ് നോക്കിക്കൊണ്ടോ. ഫാറ്റൊക്കെ പോയാലേ എന്താ ഞാനിപ്പോ ലൈവ് പറഞ്ഞോളൂ. ഇപ്പൊ ഇതായിട്ട് വരും ഒരെണ്ണം ഇനി അതിനകത്തൊന്നും എടുത്താ ഇല്ല ഞാൻ എടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ അവനിപ്പം ഞാൻ പറഞ്ഞില്ല എന്തിനും മാറ്റമുണ്ടാ. ചേച്ചി കാണാ ആ സമയത്തൊക്കെ എന്തെല്ലാം അറിയാടാ ഇവർക്കൊക്കെ അറിയാം. പിന്നെ ഇതൊക്കെ അറിയാതിരിക്കുവോ? ആ സമയത്തൊക്കെ അവളെന്റെ ഫോളോവർ അല്ലേ. ഞാൻ വൈകുന്നേരം 4 മണിക്ക് ഇതൊക്കെ സ്റ്റോറി ഇടുന്ന അവള് കണ്ടിട്ടുള്ളതല്ലേ. നമ്മള് മംഗലശ്ശേരി പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ, നമ്മള് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ, നിന്നെ നമ്മള് പർച്ചേസ് ചെയ്യാം. അല്ലല്ല നിനക്ക് എത്ര എന്നാലും പറ. താങ്ങത്തില്ലേ? അല്ല എന്നാ വേണ്ട പൈസ വേണ്ടേ? അല്ല നീ കയറാൻ നോക്കിയാ പറഞ്ഞല്ലേ നീ ഇപ്പൊ എന്റെ അമൗണ്ട് താങ്ങൂല. ഇതാരെ EVX ആണോ? ആ ഓക്കെ EVX. ഓ ടർഫിലെ POV അല്ലേ? മംഗലശ്ശേരിയിലുള്ള എല്ലാവന്മാരും അടിക്കൂടാ. നൈസറാ, നല്ല നല്ല കളി. ഇതാണോ ചിറക്കൽ ശ്രീഹരി? ഇതാണോ ചിറക്കൽ ശ്രീഹരി? കഴിഞ്ഞ ദിവസം POV കണ്ടായിരുന്നോ? നിങ്ങൾ ആരെങ്കിലും MRC vs EVX വാർ കണ്ടായിരുന്നോ? EVX vs ഇത് 2v2 ലാസ്റ്റ് അവൻ നിന്ന് അടിച്ച അടിയുണ്ട് ഒരു. എന്റെ അമ്മ അവൻ എന്തൊരു കളി കളിച്ചത് അവനത് ഒന്ന്. നിങ്ങൾ കണ്ടില്ല, കണ്ടു നോക്ക് കേട്ടോ. വൺ ഓഫ് ദ ഒരു ബെസ്റ്റ് വാർ ഈ ഇടയ്ക്ക് നടന്നതില് MRC vs EVX. കിട്ടിയില്ലും കളിയായിരുന്നു. MRC നന്നായിട്ട് കളിച്ച് EVX നന്നായിട്ട് കളിച്ചു. പക്ഷെ ലാസ്റ്റിൽ EVXില് ചിറക്കൽ ശ്രീഹരി എന്തോ പറയണ ഒരു പ്ലെയർ നിന്ന് കളിച്ച കളി കാണണം. എന്റെ അമ്മോ കിട്ടില്ലോ, പറയാതിരിക്കാൻ വയ്യ. എന്തായാലും വേൾഡ് കപ്പ് ഒക്കെ തുടങ്ങാറായില്ലേ? നിങ്ങൾ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ് ബോക്സിൽ ഇറക്കി. ആര് കൂടുതൽ ഫാൻസ് അറിയാലോ. ഒരു കാറ്റിലുമായി കലരാതെ ഒരു വീട്ടിലുമായി തുലയാതെ 1 2 3 4 5 6 7 എണ്ണം കൂടെ കമന്റ് ബോക്സിൽ അടി ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കുവാ. എന്നിട്ട് നല്ല സ്നേഹമുള്ള പാട്ടും. അതെ, കൊള്ളാല്ലേ? മെസ്സിയുടെ പാട്ടാ ഇത്. മെസ്സിയുടെ പാട്ടൊന്നും അല്ലേ ഇത് മറ്റേ ഇതിനകത്തെ പാട്ടാ, മെസ്സിയുടെ പാട്ടാ. ഓ നിങ്ങൾ ഉദ്ദേശിച്ചത് മറ്റേ ധോണിക്ക് പാട്ടുള്ളത് പോലെ ഈ പാട്ടിൽ ഏറ്റവും കൂടുതൽ കട്ട്സ് ഇറങ്ങിയത് മെസ്സിയുടെ ആയിരിക്കും അല്ലേ? അങ്ങനെ. ഓ ഓക്കെ. നീ ഈ വീഡിയോ ഉണ്ടാക്കിയവന്മാര് നീ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്റെ ലൈവ് അപ്ലോഡ് ആകുമ്പോൾ സമാധാനപരമായിട്ട് നൊസ്റ്റാൾജിയ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ചാറ്റിനെ നീയൊക്കെ എങ്ങനെ മാറ്റിയെന്നൊക്കെ ഇവിടെ ഇപ്പൊ ഒരുത്തൻ പോർച്ചുഗലിന്റെ ആണെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റിന്റെ കൊടി വരെ ഇടുന്നു എന്റെ ചാറ്റില്. എങ്ങനെ മാറ്റിയെന്ന് നീ നോക്കണേ. നീയൊക്കെ ഇവിടെ സമാധാനത്തിൽ പൊക്കോണ്ടിരുന്നതാണ്. കമ്മ്യൂണിസ്റ്റിന്റെ കൊടിയാണത്, പോർച്ചുഗലിന്റെ അല്ലത്. അടിക്കണ ഇവരെയൊക്കെ. ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം ചേട്ടന്റെ കമ്പ്യൂട്ടറിൽ നിന്നും കമ്പ്യൂട്ടർ ഗെയിമിംഗ് ലോകത്തേക്ക് അവൻ കടന്നു വരുന്നു. തുടക്കം റൂൾസ് ഓഫ് സർവൈവൽ നിന്നായിരുന്നു. പിന്നെ അവിടുന്ന് PUBG ചൈന, പിന്നെ PUBG മൊബൈലിലേക്ക്. ഞാൻ ചെന്ന് കയറിയത് പുലികളായ പ്ലേയേഴ്സ് ഭരിക്കുന്ന കേരളൻ PUBG കമ്മ്യൂണിറ്റിയിലേക്ക്. തുടക്കകാലത്ത് PUBG ജീവിതം എളുപ്പമായിരുന്നില്ല. പക്ഷേ അവൻ തോറ്റു കൊടുക്കാനും തയ്യാറായിരുന്നില്ല. അവൻ അവിടെ പോരാടി. റൂംമേറ്റ്സ് കളിക്കുമ്പോൾ ഒരു പേരിനൊരു ക്ലാൻ ഇല്ലാത്ത ആ വ്യക്തി പുതിയ ക്ലാൻ ആരംഭിക്കുന്നു. ആ ക്ലാനിന് അവൻ പേര് നൽകിയത് ഇങ്ങനെയാണ്, MRZ. സ്വന്തം ക്ലാനിന്റെ പേര് PUBG ലോകം മുഴുവൻ അറിയാൻ വേണ്ടിയുള്ള അവന്റെ കഷ്ടപ്പാട് അവൻ ആരംഭിക്കുന്നു. എന്റെ യൂട്യൂബ് ലോകത്ത് എന്തിലാവണോ ആഗ്രഹം അവൻ ടെക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നതായി. പക്ഷെ അത് മുഴുവൻ കോർപ്പറേറ്റ് സ്ട്രൈക്കും കോർപ്പറേറ്റ് ക്ലെയിം ആയിരുന്നു. അന്ന് അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായി എനിക്ക് യൂട്യൂബ് ലോകത്തേക്ക് തിരിച്ചു വരാൻ പറ്റാന്ന്. നീണ്ട നാളുകൾക്ക് ശേഷം ഗെയിമിങ്ങിനായി ഒരു ചാനൽ തുടങ്ങുന്നു, MRZ ഗോഗു. 2019 ആദ്യ മൈൽസ്റ്റോൺ എത്തിക്കുന്നു 1K. അവിടെ നിന്നും ഒരു വർഷങ്ങൾക്കപ്പുറം 100K. സ്പ്രേയിങ്ങിൽ കാസ്ട്രോ ആയും, നീഡിങ്ങിൽ ബ്ലൈൻഡ് സൈക്കുമായും, ക്രഷിങ്ങിൽ ബ്ലൈൻഡ് നിക്കുമായും, TKRPയിൽ വാറ്റായും നമ്മുടെ മനസ്സിൽ കയറി പറ്റിയ ആ കഥാനായകന്റെ പേര് ഇങ്ങനെയാണ്, MRZ ഗോഗു അല്ലെങ്കിൽ ഗോകുൽ കൃഷ്ണ.
ഗൈസ് ഞാൻ പറയാലോ ഗൈസ്, ഞാൻ പറയാം. അന്നോട്ട് ഇന്ന് വരെ അവൻ അൾട്ടിമേറ്റ് എന്റർടൈനറാ. ഞാൻ പറയാം, ഇവൻ ഈ ഗ്യാപ്പ് എടുത്തില്ലായിരുന്നേലും മടി കാണിച്ചിരുന്നില്ല ഇന്ന് കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ ടോപ്പ് സ്ട്രീമർ ഇവനാണ്. ഞാൻ ഇപ്പോഴും പറയാം ഗൈസ്, എനിക്ക് ഒരു മടിയില്ലെന്ന് പറയണേല് ഞാൻ ഉറപ്പ് പറയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബുള്ള ചാനലും അതുപോലെ തന്നെ അല്ലെങ്കിൽ ടോപ്പായിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സ്ട്രീമർ ഇവന്. ഇപ്പോഴും എനിക്ക് പറയാൻ ഒരു മടിയില്ല അതില്. അത് ഇവന്റെ ഓഡിയൻസിനെ അറിയത്തുള്ളൂ, ഇവന്റെ ഓഡിയൻസിന്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എനിക്ക് ഇപ്പൊ നിങ്ങൾ എന്റെ ലൈവ്, ഞാൻ എപ്പോൾ ലൈവ് വരും, ഇന്ന് ഈഗിള് വരുമോ എന്ന് പറഞ്ഞ് നിങ്ങൾ ബാക്കിയുള്ളവരുടെ ലൈവിനകത്ത് പോയി ചോദിക്കൂലേ, അതുപോലെ എന്റെ ലൈവില് വന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ഒറ്റ പേരേ ഉള്ളൂ, അത് ഇവന്റെയാ. എന്റെ അടുത്ത് ഏത് പറയാം, ഗോകു എന്ന് വരുമോ. ഞാൻ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഗോകു വരുവാടാ, കുറച്ച് നേരം നിന്റെ ഇത് കണ്ടോണ്ടിരിക്കുക. സത്യം ഞാൻ പറയാ, സ്ട്രീമർ മാത്രമല്ല, ഞാൻ പറയാം വെറും ഒരു സ്ട്രീമർ ആയിട്ട് മാത്രമല്ല, എന്റെ ഗെയിം. എടാ നിങ്ങളിപ്പോ എക്സാമ്പിൾ ഞാൻ പറയാം, ഇന്നൊരു ഗെയിം ലോഞ്ച് ആയിട്ട് ഇന്ന് ഇവന്റെ കൊടുക്കുക, ഇന്ന് ഇവന്റെ കൊടുത്തിട്ട് പറയാ, ഇന്ന് ഇവൻ പൊട്ടനെ പോലെ കളിക്കുന്നെങ്കിൽ അടുത്ത ദിവസം ലൈവ് ഇടുന്നതിന് മുമ്പ് ഇവനത് മാസ്റ്റർ ചെയ്യും. ഇവൻ അങ്ങനെ ഒരു കഴിവും കൂടെ. ഇവനെ ഇത് കളിക്കണം. ഞാൻ ഇവന്റെ ഏറ്റവും അഗ്രസീവ് ഗെയിം പ്ലേ കണ്ടിട്ടുള്ളത് ഫോർട്ട്നൈറ്റിലാണ്. ഇപ്പൊ ഫോർട്ട്നൈറ്റ് കളിക്കുന്ന കാണണം, വാലറന്റ് കളിക്കുന്ന കാണണം, പബ്ജി കളിക്കുന്ന കാണണം, എല്ലാത്തിലും ഗോഡ് ലെവൽ ചെയ്യുമ്പോൾ ഞാൻ ഇവനെ വെറുതെ പൊക്കുന്നല്ല കേസ്. എനിക്ക് ഇവന്റെ ഈ ലൈവ് ഇടാതിരിക്കുന്ന കാണുമ്പോ എനിക്ക് ഇവനെ വെച്ചടിച്ചു കൊടുക്കാൻ തോന്നും. മനസ്സിലേ? ഹലോ ഗോകു കോച്ച്, അവൻ ഇവിടെ നിന്ന് നിൽക്കേണ്ടതൊന്നും അല്ല കോച്ച്. ഞാൻ പറയാം, മിനിമം ഇവൻ ആക്റ്റീവ് ആയിരുന്നേ മിനിമം ഇവന്റെ ചാനൽ ഇപ്പൊ 2 മില്യൺ 3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഉണ്ടായിരുന്നേന്. കോച്ചിന് അറിയാത്തോണ്ടാ ഇവൻ എങ്ങനെയായിരുന്നു, ഇവന്റെ കമ്മ്യൂണിറ്റിയിലെ വാല്യൂ എന്താണെന്ന് കോച്ച്. അത് കുറവൊന്നും ഉണ്ടെന്ന് ഞാൻ പറയണല്ല, പക്ഷെ ഇവന്റെ എങ്ങനെയായിരുന്നു എന്ന് ഉള്ളത് അറിയാത്തോണ്ട. അലക്സ് ബെറ്റർ. എടാ എനിക്ക് എപ്പോഴും ഞാൻ പറയല, എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ശരിക്കും പറഞ്ഞാൽ സ്റ്റീവാ. എനിക്ക് സ്റ്റീവ് അതിന്റെ ഉള്ളു, വേറെ ആരും. കാരണം എന്റെ ഗ്യാങ് കളിക്കുന്ന പയ്യനാ. പക്ഷെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഈ അലക്സ് കുറച്ച് കിടിലൻ പ്ലെയറാ ഗൈസ്. ഈ അലക്സ് കുറച്ച് നന്നായിട്ട് കളിക്കുന്നവനാ. എന്നുവെച്ചാൽ ഒബ്വിയസ്ലി എന്റെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റീവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത് എന്ന് വെച്ചാൽ. പക്ഷെ ഈ അലക്സ് കുറച്ച് നന്നായിട്ട് കളിക്കുന്ന പ്ലെയറാ. ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഈ എല്ലാ വാറുകളും കാണാറുണ്ടല്ലോ എല്ലാരും. എന്നുവെച്ച് സ്റ്റീവ് പേഴ്സണൽ ഫേവറേറ്റാ ഓൾറെഡി. പക്ഷെ അലക്സ് അവന് കുറച്ച് നല്ല പ്ലെയറാ. അവനുള്ള കണ്ടന്റ് അല്ല ബ്രോ, അത് സത്യമുള്ള കാര്യമാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെ പറയണമല്ല. അലക്സ് ഞാൻ പറയട്ടെ, ഞാൻ എല്ലാ ചെറിയ ഗ്യാങ്ങിന്റെ വാർ വരെ കാണും. അല്ല നിങ്ങളൊക്കെ എല്ലാവരും എന്നോട് പറയാറില്ലേ എങ്ങനെയാണ് ഞാൻ ഇത് റീബിൽഡ് ചെയ്തതെന്ന്. ഞാൻ ഇത് എങ്ങനെയാണ് റീബിൽഡ് ചെയ്തത് ശരിക്കും? ഞാൻ ഇരുന്ന് മൊത്തം ലൈവും വാറുകളും എല്ലാവരുടെയും കാണാറുണ്ട്. എല്ലാ ഗ്യാങ്ങുകളുടെയും, ചെറിയ ഗ്യാങ്ങുകളുടെയും വലിയ ഗ്യാങ്ങുകളുടെ എല്ലാം. ഇതിനകത്ത് അടിക്കുന്നവന്മാരെയൊക്കെ കണ്ടുപിടിച്ച് തന്നെയാണ് TVയിലെ ബെസ്റ്റ് പ്ലേയേഴ്സിനെ ഞാൻ കൊണ്ടുവന്നത്. ഞാൻ അതുകൊണ്ട് എല്ലാ ഗ്യാങ്ങുകളുടെയും, നമ്മുടെ സിറ്റിക്കകത്ത് ഇല്ലാത്ത വാറുകൾ വരെ ഞാൻ കാണാറുണ്ട്. നമ്മളിവിടെ KV ഇല്ലായിരുന്ന സമയത്ത് KVയുടെ കാണാറുണ്ടായിരുന്നു, മാസിന്റെ കാണാറുണ്ടായിരുന്നു, എല്ലാവരുടെയും കാണാറുണ്ടായിരുന്നു. മനസ്സിലായ? കമ്പാരിസൺ എന്നുള്ളൊരു കാര്യമല്ല. സ്റ്റീവ് എനിക്ക് എന്റെ അതിനകത്ത് പറയല്ലേ സ്റ്റീവ് ആണ് ബെറ്റർ. പക്ഷെ എന്ന് കരുതിയ മോശം പ്ലെയർ അല്ല അവൻ, മറ്റേ മോശം പ്ലെയർ അല്ല അവൻ. സ്റ്റീവ് എല്ലാ ഗെയിമിലും ഇൻബിൽട്ട് അവന് മുടിഞ്ഞ കഴിവ് അവന്. ഗോട്ടീസ് പ്രൊഫസർ എടാ, അത് പിന്നെ പ്രൊഫസറിന്റെ ഒക്കെ അടി അവൻ എടുത്ത കിൽ കൗണ്ട് ഒക്കെ ഇപ്പോഴും ആൾക്കാർ പൊട്ടിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയാം. പ്രൊഫസർ എത്രയായിരുന്നടാ ഇതാക്കിയത്? 27,000 അല്ല, എത്ര കില്ലാണ് അവൻ ഇതാ എടുത്തത്? 1 ലക്ഷം അടിച്ചോ? 1 ലക്ഷം അല്ലേ? 1 ലക്ഷം ആണല്ലേ? 1 ലക്ഷം. 1,20,000. അതൊക്കെ ആരും പൊട്ടിച്ച രഘുൽ VM പിന്നെ പൊട്ടിച്ചില്ലായിരുന്നു. ഇപ്പൊ പിന്നെ സഞ്ജു ഇല്ലല്ലോ. പിന്നെ ഈ ഇതിനകത്ത് TDM പെറ്റി കിടന്ന വിധത്തില് ഞാൻ വേറെ കണ്ടിട്ടുള്ളത് വില്ലുമോനായിരുന്നു. ഞാൻ അതുകൊണ്ട് പറഞ്ഞ ഞാൻ എല്ലാവരുടെയും വാറുകൾ കാണാറുണ്ട്. കുറെ പ്ലേയേഴ്സിനെ എനിക്കറിയാം.
ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. പക്ഷെ ഞാൻ അങ്ങോട്ട് പോയി അങ്ങനെ വിളിക്കാറില്ല മോസ്റ്റ്ലി ഇവരെയൊക്കെ. അപ്പം ഞാൻ ഇവരെയൊക്കെ നോട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് ഞാൻ ഇങ്ങനെ മനസ്സിൽ വെപ്പിച്ചിരിക്കും. അപ്പൊ എപ്പോഴെങ്കിലും ഇവര് ടി വിയിൽ സ്ലോട്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പൊ മുച്ചിറിയുന്നു. ഇപ്പൊ മുച്ചിറി അവന് ഞാൻ അവനോട് സംസാരിച്ചപ്പോ അവൻ എന്തോ പറഞ്ഞെന്നറിയോ ഗൈസ്? എന്നോട് മുച്ചിറി എന്നോട് പറയുവാണ് അവനൊരു RP പ്ലെയർ ആവണ്ട, അവനൊരു PvP പ്ലെയർ ആയാൽ മതിയെന്ന്. എന്താ ചിരിക്കണം നീ? അപ്പൊ ഈ ക്ലം പറഞ്ഞളിയാ അവൻ എപ്പ അടിക്കണം നീ കണ്ടിട്ടുണ്ടോ അതിന്? ഇല്ലളിയാ. നീ ഫോർസയിൽ ഇരുന്ന് വെള്ളത്തിൽ കൂടെ എഴയുന്ന പോലല്ല, മനസ്സിലായ? അവൻ കിടിലം കളിയാ ഇപ്പം. അവൻ ഗൈസ് അവന്റെ ഗെയിം പ്ലേയിൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്, സത്യം പറയാലോ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഇതിനകത്ത് ഇട്ട. അന്നേരം അവന്റെ കറണ്ട് പോയി. അവസ്ഥയൊക്കെ പറഞ്ഞ ഉറപ്പിക്കാമോ? എന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയൊന്നുമാവില്ല. മംഗലശ്ശേരി ജപ്പാൻ പ്രൊഫസർ LX2 എത്ര എണ്ണോ അല്ലേ? മാഡി കിഡി ഏവല് നീല് നോക്കി ഇൻഡിവിജ്വലി മൊത്തം ഉള്ളോ? ജൂഡ്, ഡീവൻ, ഭരതൻ, എന്റെ അമ്മോ സത്യം ഇൻഡിവിജ്വലി നോക്കി. വല നിന്നെയൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ കുറച്ച് ഒരാഴ്ച വരാതിരുന്നപ്പോ. നമ്മളെ കളഞ്ഞ് 2 ആഴ്ച ശരിയ പോലും ഇല്ല. നീ കുറച്ച് ദിവസം ആക്റ്റീവ് ആവണേ, എന്തായാലും വരുള്ളൂ കേട്ടാ. എന്തൊക്കെയാലേ നീ ക്രിസ്ത്യാനോ ഫാൻ ആണോടാ? പിന്നല്ലാണ്ട്. ആണല്ലേ? ഈ വട്ടം കാണോടാ, ഈ വട്ടം വേൾഡ് കപ്പ് ആണ്. കൈസ് എന്നാ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്നാ? ഫസ്റ്റ് കളി എന്നാ? ഫസ്റ്റ് കളി 11 പറയുന്ന ആൾക്കാര്. എല്ലാ മാച്ചും ഏർലി മോർണിംഗ് ആണ് അറിയാം. എന്തായാലും ഇപ്പൊ ഏർലി മോർണിംഗ് ഉറങ്ങണത്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ലൈവ് കഴിഞ്ഞിട്ട് ഇനി കളിയോടെ കണ്ടിട്ട് കിടക്കാം. എത്ര ടൈം? എത്ര? രാവിലെ വെളുപ്പിന് 4 മണിക്ക് 5 മണിക്ക് 3 മണിക്കൊക്കെയാന്ന് തോന്നുന്നു കളി. സ്ട്രീം ചെയ്താലോ? 11 നൈറ്റ് സ്ട്രീം ചെയ്താലേ നേരെ വീട്ടിലൊരു വക്കീൽ നോട്ടീസ് വരും. ഒരു 10 കോടി 15 കോടിയുടെ ഒരു കോമ്പൻസേഷൻ. അത് അടയ്ക്കാൻ റെഡിയാണോ? അടയ്ക്കാൻ റെഡിയാണെങ്കിൽ നമുക്ക് സ്ട്രീമിൽ ഇരുന്ന് കാണാം. നിങ്ങൾ ഒരു 15 കോടി പിരിച്ചു തന്നാൽ നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് കാണാം. നിങ്ങളെല്ലാവരും പെരുവിട്ട് ഒരു 15 കോടി രൂപ ആയിരിക്കും നമുക്ക് ഇതെല്ലാം പറഞ്ഞ്. നല്ല പെനാൽറ്റി അടിച്ച് തരുവന്മാര്. 15 കോടിക്കൊന്നും ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നണല്ലോടാ. റൈറ്റ്സ് ഒക്കെ എടുക്കണം, അത്രയ്ക്കായിരിക്കും അടിച്ചു തരും. നെറ്റ് ചെയ്യാൻ പൈസ ഇല്ല പൊട്ടച്ചി അപ്പോഴാണ്. സത്യല്ലേ? ക്യാരക്ടർ നോക്കിയാ കൺവെൻഷൻ ഒക്കെ എഴുതി കുറിയൊക്കെ തൊട്ട് വന്നിരിക്കണ നോക്കി. നല്ല വീഡിയോ അടിപൊളി. സംഭവം ഇന്നൊന്ന് കണ്ടോ? വെച്ചില്ല മോനെ പോർച്ചുഗൽ അതിന്റെ മുകളിലൊന്ന് ഏതാ പവർ
നോക്കളിയാ, ഏ പുറത്തൊക്കെ ഇറങ്ങി നോക്ക്. വേൾഡ് കപ്പ് നടക്കുമ്പോഴേ വിഷയായിരിക്കും, വേറെ ലെവലിരിക്കും കളിയാ. ആണ് കപ്പില്ല, പക്ഷെ അവർക്കൊന്ന് പോർച്ചുഗലിന് കപ്പില്ല ഇതുവരെയായിട്ട്. ഇല്ല, പക്ഷെ ഈ വർഷം അടിക്കും നമ്മള്. അതിന് മെസ്സേജ് ആവണം. എന്നിട്ടാണ് നീ ഇത്ര മെസ്സ് അടിച്ചത്? ഈ വർഷം അടിക്കും, മനസ്സിലായി? അർജന്റീനക്ക് കപ്പൊക്കെ ഉണ്ടേ ബ്രോ. അർജന്റീനക്ക് എത്ര എണ്ണം ഉണ്ട്? അത് തപ്പടം. അർജന്റീനക്ക് എത്ര എണ്ണം ഉണ്ട്? അപ്പം 3 എണ്ണം ഉണ്ടോ? 3 എണ്ണം ഉണ്ട്. പോയ വർഷം അമ്മാരൻ അടിച്ചു. അപ്പൊ ഇത് കഴിഞ്ഞ അങ്ങേ വർഷത്തെ RCB അളിയ. ഈ വർഷം നോക്ക് അളിയ, ഈ വർഷം പോർച്ചുഗൽ വിഷയം ടീമാണ് അളിയ. ആണോ? കപ്പടിയെന്ന് ഉറപ്പാണോ നിനക്ക്? ഉറപ്പളിയ, ഉറപ്പ് കപ്പടി, ഉറപ്പ്. ബെറ്റ് വെക്കുന്ന ലൈവില് ആരുടെ കൂടെ? ഈഗിളിന്റെ കൂടെ. എന്റെ കൂടെ. എന്തോന്ന് ബെറ്റെന്തോന്ന്? അല്ല, എനിക്ക് ഫുട്ബോൾ അറിയാത്തോണ്ട് എനിക്ക് വേറെ ഫേവറേറ്റ് ടീമൊന്നും ഇല്ല. പക്ഷെ പോർച്ചുഗൽ കപ്പടിച്ച കപ്പടിക്കില്ല എന്നുള്ള ബെറ്റ് വെക്കാം. ഓ ഓക്കെ ഓക്കെ ഓക്കെ. എത്ര രൂപ ബെറ്റ്? 10,000 അളിയ. 10,000. ഓ 10,000 രൂപ ബെറ്റ്. പോർച്ചുഗൽ തോറ്റ എനിക്ക് 10,000 രൂപ തരണം. ജയിച്ച ഞാൻ 10,000 രൂപ തരും. ഓക്കെ 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 ഗൈസ്, അപ്പൊ ഡീൽ ക്ലോസ്. ഡീൽ ഇൻ എന്തോന്ന് ലൈവ് ലൈവ് ഡീൽ. അപ്പൊ എന്റെ ഇത് പോർച്ചുഗൽ തോറ്റാൽ ഞാൻ 10,000 രൂപ കൊടുക്കും. അല്ല, പോർച്ചുഗൽ ജയിച്ചാൽ 10,000 രൂപ ഞാൻ കൊടുക്കും. പോർച്ചുഗൽ തോറ്റാ എനിക്ക് 10,000 രൂപ തരും. ഓക്കെ, മൊട്ട അടിച്ചാൽ മതി. അല്ല ബ്രോ, ഞാൻ അത്രയ്ക്ക് ഡൈഹാർഡ് ഫാനിലോട്ടൊന്നും വന്നിട്ടില്ല ഇതിൽ. എനിക്ക് ഒന്നാമത് കാര്യം, എനിക്ക് വേറെ ഫേവറേറ്റ് ടീം ഇല്ല. എനിക്ക് പിന്നെ പോർച്ചുഗലും അറിയത്തില്ല. അതുകൊണ്ട് മൊട്ട അടിക്കുക എന്നുള്ള ആ ലെവലിലോട്ടൊന്നും ആരാധന എനിക്ക് വന്നിട്ടില്ല. അത് വരട്ടെ. എന്താ ദാസ് കാരണം കേക്കാത്താണോ? വർമാസിന്റെ സൗണ്ടാണ്. എല്ലാം അറിയാം, സൗണ്ട് തൊട്ട് എൻജിൻ ചെയ്യുന്നവരെ ആരാണെന്ന്. എന്നിട്ട് ഒരുത്തം ബസ് തരാന്ന് പറഞ്ഞ് പറ്റിച്ചപ്പോ അത് മാത്രം മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലായിരുന്നു. നമ്മളൊരു ബസ് ഇറക്കത്തില്ല ചേട്ടാ, നമ്മുടെ അതങ്ങ് പറഞ്ഞ് റിവീൽ ചെയ്താലോ? എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. മമ്മി ഈ വീഡിയോ ഒക്കെ ലൈവ് ഒക്കെ ഇരുന്ന് കാണുന്നതാ. ബസ്സിന്റെ കാര്യം പറയുമ്പോഴേ മമ്മി എനിക്ക് വോയിസ് മെസ്സേജ് ഇടും വാട്സപ്പില്. ഇനി ഇങ്ങോട്ടൊരു വണ്ടിയും കൊണ്ട് വന്നാൽ മുട്ടുകാല് ചവിട്ടി ഓടിക്കുമെന്ന് പറഞ്ഞേക്കണം എന്റെ അടുത്ത്. കുഴപ്പമില്ല, അതൊക്കെ വണ്ടി എന്റെ വീട്ടിൽ ഇട്ടോളാം. ഞാൻ കഴുകി തുടച്ച് ഓട്ടോ ഒക്കെ പോയി. ബസ്സിൽ ഓട്ടോ ഒക്കെ പോയി. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗോൾഫ് എടുക്കാൻ. ഇപ്പോഴും ഉണ്ടത്. ഒരു ഗോൾഫ് എടുത്തിട്ട് നല്ലൊരു എക്സോസ്റ്റ് ഒക്കെ ചെയ്ത് കിടില ഒരു അലോയ്സ് ഒക്കെ ഇട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പോഴും. പോലീസ് ഉണ്ടതിന്റെ അല്ല ഞാൻ പറഞ്ഞേ. പക്ഷെ എന്നെ വീട്ടില് ഇനി ഒരു വണ്ടി കൂടെ കൊണ്ടുവരാൻ സമ്മതിക്കൂല. അങ്ങനെ ഒരു പെർമിഷൻ കിട്ടിയാൽ ഞാൻ അന്ന് എടുക്കും ഞാൻ വണ്ടി, ഉറപ്പാണ്. അത് എന്തൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഓടിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പറയാതിരിക്കാൻ വയ്യ കേട്ടാ. കിടിലം വണ്ടിയാണ്. ഗോൾഫ് വേണ്ട, ഫുട്ബോൾ മതി പ്ലീസ്. ഒന്ന് ഇതിനൊക്കെ കൈവക്ക ആരും ഇല്ലടാ ചാറ്റില്. നോർത്ത് ഇന്ത്യൻ സ്ട്രീമർ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് നമ്മുടെ ടീമിനെ ഇവരെ 3 പേരെ കൊന്ന്. നമ്മുടെ ടീമിൽ കളിക്കുന്ന കേട്ടതാന്ന് എനിക്കറിയാം. കേട്ടോ. അപ്പൊ 3 പേരെ കൊന്നപ്പോഴത്തേക്കിന് ശരത്തേട്ടന് ഭയങ്കര ദേഷ്യമായി. ശരത്തേട്ടന് ഞാനപ്പോ എന്റെ മനസ്സിൽ മറ്റേ സൂപ്പർ ഹീറോ ആണ് പുള്ളി. അപ്പൊ പുള്ളിക്ക് നൊന്ത എനിക്ക് വിഷമമാണ്, മനസ്സിലായി. അങ്ങനത്തെ തോട്ടാണ് ആ സമയത്ത്. അപ്പൊ ശരത്തേട്ടനാണെങ്കിൽ പറയാടാ, നീ അവനെ അടിക്കണം, അടിച്ചു കൊല്ലണം, ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. ഇതാരാന്നറിയോ നോർത്ത് ഇന്ത്യൻ സ്ട്രീമർ? നിങ്ങൾക്ക് ആരാന്നറിയോ ഗൈസ്? ആരും ഒരാൾ പറയുന്നവിടെ ഫസ്റ്റ് പറയുന്ന ആരാന്ന് നോക്കട്ടെ. ആ നോർത്ത് ഇന്ത്യൻ സ്ട്രീമർ ആരാന്ന് ആർക്കെങ്കിലും അറിയോ? ജോണത്തൻ. അല്ലല്ല സ്കൗട്ട്. അല്ലല്ല ബോബ് ഡോബ്. പറഞ്ഞു അത് തന്നെ. ബോബ് ഡോബ് ആണ്. ബോബ് ഡോബിനെ അടിക്കണം. ബോബ് ഡോബ്, BOPE. ബോബ് ഡോബ് അവനെയാണ്, അവന്റെ സ്ക്വാഡിനെയാണ് ഞാൻ അടിക്കണത്. ഞാൻ 1v4 അടിക്കണത്. അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ജോർജ് ഫുള്ളിയുടെ അടിച്ച് ചേട്ടാ ഞാൻ കൊല്ലെന്ന് പറഞ്ഞിട്ട് ഇവന്മാരുടെ ടീമിനെ ഞാൻ അങ്ങ് വൈപ്പ് ചെയ്യോടെ. അപ്പൊ എനിക്ക് ശരത്തേട്ടന്റെ കോള് വരും. ശരത്തേട്ടന്റെ കോള് വന്നിട്ട് പറയാം, എടാ അവന്റെ സ്ട്രീം എന്തൊരു ക്വാളിറ്റി അല്ലേ. അന്നേരം ഞാൻ പറഞ്ഞു, ചേട്ടാ അതെന്താന്ന് വെച്ചാൽ അത് മറ്റേ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ മൊബൈലിൽ നിന്ന് ഡയറക്റ്റാ ചെയ്യണം, എനിക്ക് മൊബൈൽ മാത്രമേ ഉള്ളൂ. അപ്പൊ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറയുക,
നിന്റെ അക്കൗണ്ടിൽ ഞാൻ ഒരു 1 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. നാളെ തന്നെ പോയി PC മേടിക്കണോ? ഞാനേ മൗസ് ഇരിക്കുന്നുണ്ട്. ഏതാ നിങ്ങള്? മറ്റേ ടെൻസിന്റെ മൗസ് സ്റ്റാർലൈറ്റ് എന്തായിരുന്നു അതിന്റെ പേര്? ഇതിന്റെ മണ്ടയ്ക്ക് കട്ടൻ കാപ്പി വീണ്. ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല മനുഷ്യനെ. എന്നെ ഒരു വീഡിയോ കോൾ ചെയ്തിട്ടില്ല. ഞാൻ പുള്ളിയുടെ മുഖം കണ്ടിട്ടില്ല. ഞാൻ പുള്ളിയുടെ ഒരു ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല. ഒരു ഫോട്ടോ കണ്ടിട്ടില്ല. ഈ ഒരു ഗെയിമിൽ ഞങ്ങള് എല്ലാ ദിവസവും ഒരു 2-3 മണിക്കൂർ സംസാരിക്കും. പുള്ളി എനിക്ക് ഒരു അക്കൗണ്ടിൽ ഒരു 1 ലക്ഷം രൂപ ഇട്ട് തന്നിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞ് നാളെ തന്നെ പോയി PC മേടിക്കണമെന്ന്. അപ്പൊ ഞാൻ പറയാം, ചേട്ടാ ഇതെന്തിനാ ഇപ്പൊ ഇങ്ങനെ ചെയ്ത്? ഇല്ലടാ, നമുക്ക് നിന്റെ സ്ട്രീം ബെസ്റ്റ് ആക്കി എടുക്കണം എന്നൊരു ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എനിക്ക് PC വാങ്ങിച്ചു തന്നു. ആദ്യമായിട്ട് കാണുന്നത്. കൊച്ചിയാ? വർക്കല. അപ്പൊ അതുവരെ വീഡിയോ കോൾ ഒന്നും പുള്ളി ഒന്ന് കാണാൻ ഞാൻ എന്തോരം കാല് പിടിച്ചിട്ടുണ്ടോന്ന് അറിയോ നിനക്ക്? അറിഞ്ഞുകൂടാത്തോണ്ടാ. പുള്ളി ഒന്ന് കാണാൻ, ഒന്ന് വീഡിയോ കോളിലെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിട്ട് ഞാൻ എന്തോരം ഇത് ചെയ്തിട്ടുണ്ടെന്നറിയോ? പുള്ളി വരുത്തില്ല ഒരു തരത്തി. ഇത് കാണാൻ സമ്മതിച്ചത് തന്നെ എന്തോരം ടേംസ് ആൻഡ് കണ്ടീഷനിലാണെന്നറിയോ കാണാൻ സമ്മതിച്ചത്? എന്തോ അതൊന്ന് പറയോ? ഫോൺ ക്യാമറ കൊണ്ട് വരാൻ പാടില്ല. ഇത് വേറെത്തിനെ കൊണ്ട് എടുപ്പിച്ചതാ. ഇങ്ങനെ കൊണ്ടോ ക്യാമറ? പിന്നീട് അങ്ങനെ ലാസ്റ്റ് ഇല്ല ചേട്ടാ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല, വീഡിയോ ഇതാക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ട് ആണ് ലാസ്റ്റ് പോയി കാണുന്നത് പുള്ളിയെ. വീഡിയോ എടുത്ത് പിന്നെ അല്ല ഫുള്ള് കാണും. എന്താ സൗണ്ട് ഇല്ലാത്ത? സൗണ്ട് വരുന്നില്ല അറിയാ? സൗണ്ട് ഇല്ലാത്ത വീഡിയോ എന്നാ തോന്നുന്നു കേട്ടാ. ഫുള്ള് കാണാൻ ഞാൻ സൗണ്ട് ഇല്ലാതെ എങ്ങനെ കാണും ബ്രോ? സൗണ്ട് ഇല്ലാതെ കണ്ണ് വെച്ച് ഒന്നും പറയുന്നില്ലടാ. നിങ്ങൾക്കൊരു കാര്യം അറിയടാ, ആ ടൈമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതൊക്കെ പഴയ വീഡിയോ ഒക്കെ കണ്ടാടാ. ഇപ്പൊ അറിഞ്ഞപ്പോ വീണ്ടും അങ്ങോട്ട് ഇട്ടോടാ, കയ്യിലോട്ട് എറിഞ്ഞോട്. മറ്റേ എടുക്കാം. എന്താ വീഡിയോ അത് ബോംബെന്തോ? അത് വടക്കൊന്നും ഓലവെടിയൊന്നും അല്ല, ഇത് ബോംബ്. ഓലവെടിയാ? അത്രയ്ക്ക് വലിയ സാധനം അല്ലായിരുന്നു കേട്ടോ അത്. ഓലവെടിയോ ഗുണ്ട് തോട്ട. ഈ സാധനമല്ലേ മറ്റേ കത്തിച്ച് വെള്ളത്തിലിടുന്നത്? മറ്റേ തോട്ട, അത് മറ്റേ നിരോധിച്ച ആ സാധനം, മറ്റേ വെള്ളത്തിൽ പൊട്ടി ഇത് നിർത്തില്ലേ? അത് അതല്ലേ തോട്ടെന്ന് പറയണേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിനാ തോട്ടെന്ന് പറയണേ. വെള്ളത്തിൽ കത്തിച്ചിടൂലേ? അങ്ങനെയാണ് തോട്ടെന്ന് പറയണേ. ഞാൻ പറഞ്ഞില്ല ജീവപേട ശേഷം കേട്ടോ എവന്റെ സാധനമാണ്. എന്റെ അമ്മോ, അധികം കണ്ടില്ല. ജീവപേട ശേഷം കേട്ടോ എവന്റെ സാധനമാണ്. ഇതൊന്നും വെച്ച് കുഞ്ഞു കളിക്കില്ലേ? കൈയിരുന്ന് പൊട്ടും. അല്ല ഇതെങ്ങനെ പൊള്ളാതെ മുറിയുന്ന എങ്ങനെയാടാ? ഇതിനകത്ത് കല്ലുണ്ട്, കല്ലാ വെക്കുന്നത്. ആണോ? ആ, ഇത് നമ്മുടെ കൈ വെച്ചിങ്ങനെ കെട്ടുന്ന സമയത്ത് ഓവർ ടൈറ്റ് ആയാൽ നമ്മുടെ കൈ ഇരുന്ന് പൊട്ടും. അപ്പം മരത്തില് ഇത് ചെയ്തിട്ടാണ്, മുഖത്തിന് പറ്റായിരിക്കാം, മരത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് 2 കൈയും വെച്ചിട്ടാണ് ഇത് കെട്ടുന്നത്. ഇത് ഭയങ്കര ഡേഞ്ചർ ആയത്. കൈ ചെതറി പോവില്ലേ? കൈ ചെതറി പോവും. മറ്റേതാകുമ്പോ മുഖം പോകത്തില്ലല്ലോ, കൈ മാത്രമല്ലേ പോവും. ഇതൊന്നും വെച്ച് കുഞ്ഞു കളിക്കല്ലേ ദേവിയത്. നമുക്ക് ദീപാവലിയൊക്കെ വരുന്ന സമയത്ത് മറ്റേ കത്തിക്കുമ്പോ പാമ്പുണ്ട്, ഇങ്ങനെ പൊങ്ങി വരുന്ന പാമ്പ്. നല്ല സാധനം, തറച്ചക്രം, പൂത്തിരി, റോക്കറ്റ്, ഇങ്ങനത്തെ. പിന്നെ ഏറ്റവും റിസ്ക് ഇല്ലാത്തൊരു പരിപാടി ഉണ്ട്. ഞങ്ങൾ ചെയ്യുന്ന മെയിൻ പരിപാടി ഇതാണ്. ഞാനാണുണ്ടല്ലോ വീട്ടുകാർക്ക് കുറച്ച് പൂത്തിരി എല്ലാം മേടിച്ചിട്ട് ആ പൈസ മൊത്തം ഞാൻ മറ്റേ ആകാശത്ത് പോയി പൊട്ടുന്ന സാധനം ഇല്ലേ, അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഒരു 10,000 രൂപയുടെ ആ സാധനം മേടിച്ചിട്ട് അതിനകത്ത് തീ കൊളുത്തിയിട്ട് ദൂരെ മാറി നിൽക്കും. അതാവുമ്പോ മേളിൽ പോയി പൊട്ടും. നാട്ടുകാർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം, എല്ലാവർക്കും കാണാം. നോക്കിയിരിക്കാം, എല്ലാവർക്കും കാണാം. പോയി കിടക്കുക.
ഈ ഗുണ്ടൊക്കെ അടിക്ക് എനിക്ക് പാറില് പോണം. ഇല്ല, എനിക്ക് ആ ടൈമിങ് കിട്ടണോ. എനിക്ക് ഞാൻ എറിഞ്ഞ് പൊട്ടിക്കാറൊക്കെ ഉണ്ട്, പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കത് ഇപ്പൊ റിസ്ക് എടുക്കാൻ വയ്യ. പണ്ടാണെ ഓടിയെങ്കിലും രക്ഷപ്പെടായിരുന്നു, ഇപ്പൊ ഓടാനൊന്നും വയ്യ. ഒരുടയെ തീർക്കാൻ ഒരു റോക്കി ഉണ്ടാക്കി, ഈ റോക്കിയെ തീർക്കാൻ ഇനിയൊരു റോക്കി ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കിയ അപ്പനെ കൊണ്ടായില്ല, പിന്നെ ആ അപ്പനാണ് ഇനി ആരെ കൊണ്ടും അതിനാവേയില്ല. One and only piece. എന്ത് സാധനോടായത്. KGF 3 വേണ്ടി വെയിറ്റിംഗ്. ഇന്നത്തെ ലൈവ് കഴിഞ്ഞിട്ട് KGF കാണണം ഡിസ്കോഡിൽ. എത്ര പ്രാവശ്യം കണ്ടളിയാ? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇത് കാണും. എത്ര പ്രാവശ്യമാ കണ്ടായിരുന്നു? എനിക്കിതിന് ഫ്രഷ്നെസ് പോകില്ലടാ. എനിക്ക് അതെന്താ അറിഞ്ഞൂടാ, എനിക്കിതിന് ഫ്രഷ്നെസ് പോവാറില്ല. അയ്യോ. ബോംബെ. ഭരതനായതുകൊണ്ട് അവനെ ഒരുപാട് ഉപദ്രവിച്ചു. തലയുയർത്തി നോക്കിയതിന് തല്ലി, എതിർത്തു പറഞ്ഞതിന് തല്ലി, എതിർത്തു നിന്നതിന് തല്ലി. അങ്ങനെ ഒരു നാൾ അവൻ തിരിച്ചു തല്ലി. അന്ന് തൊട്ട് ഇന്ന് വരെ ആരും അവനെ എതിർത്ത് ജയിച്ചിട്ടില്ല. കർണാടക മാത്രമല്ല, 21 സ്റ്റേറ്റ്സിനും 9 യൂണിയൻ ടെറിട്ടറീസിനും കൂടി അവനാണ് റൗഡി. അമ്മ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. ഇതെല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഈഗിൾ ഈ വീഡിയോ ഒക്കെ നോക്കി മെസ്സി ഫാൻ ആവോ? എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനല്ല, ഈ വട്ടം ഞാൻ കളി ഇരുന്ന് കാണും. അപ്പൊ നമുക്ക് നോർമലി ഓരോ ഗെയിം പ്ലേ കാണുമ്പോ ഒരു അഡ്രാനൽ വരില്ലേ, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്ന ആരാണോ ഞാൻ അവരുടെ ഫാനാണ്. അവരുടെ ഫാനാണ്. വീഡിയോ കണ്ട് ഫുട്ബോൾ ഇപ്പൊ ഫാനായി. ഫുട്ബോൾ കാണുന്നതല്ല, ഇവിടുത്തെ വേൾഡ് കപ്പ് എവിടെ വെച്ചാ ഗൈസ്? US അല്ലേ? കഴിഞ്ഞത് ഖത്തർ വെച്ചായിരുന്നല്ലേ കഴിഞ്ഞത്? ഖത്തർ US വേണോ? അപ്പൊ പ്രോബബ്ലി ലൈക്ക് മോസ്റ്റ് പ്രോബബ്ലി എന്താ മെസ്സിയുടെയും റൊണാൾഡോയുടെയും ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കും അല്ലേ? നെയ്മറിന്റെ. ഈ ലെജൻസ് ഒക്കെ കളി നിർത്തുമ്പോ തന്നെ ഈ കളി കാണാൻ തുടങ്ങിയല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. സത്യം. ശരിയാ, അടുത്തത് 5 വർഷം കഴിഞ്ഞിട്ടല്ലോ ഉള്ളു. ഇനിയും 4 5 സീരിയസായിട്ടാണോ? കീരിയുടെ കണ്ടിട്ടില്ലേ? വളരെ നൈസ്, നന്നായിട്ട് പാടുന്നുണ്ട്. So can Portugal win the World Cup? Let's see. For defense, they have Ruben Dias, Inacio, Joao Cancelo, and the best left back in the world, Nuno Mendes. Wow. And what about midfield? Do me a favor, search the 3 best midfielders of 25-26 season. It's showing Bruno Fernandes, Vitinha, and Joao Neves. Why are you smiling? Which one of them plays for Portugal? All of them. What? And do I even need to tell you about the attack? No. അപ്പൊ ഇവിടുത്തെ പോർച്ചുഗൽ കിടിലൻ ടീമല്ലേ? കിടിലൻ ടീമാണ്. നമുക്ക് ബെറ്റിന്റെ കാര്യത്തിൽ ഒന്ന് ഇരിക്കണം, ഒന്ന് ചർച്ച ചെയ്യണം. അത് സബ് മിസ്സായേ. ആരാ ചെയ്ത്? എനിക്ക് കാണുന്നില്ല, എനിക്ക് കാണിക്കുന്നില്ല. ജാസ്മി ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 1 eagle game membership gift. മെഹറൂബ് ബ്രോയുടെ വായിച്ചാൽ ജാസ്മി ബ്രോ 2 എണ്ണം ചെയ്തല്ലേ? ജാസ്മി ബ്രോ താങ്ക് യു സോ മച്ച്. ജാസ്മി ബ്രോ അല്ലയാ, നമുക്ക് എമൗണ്ട് വേണേ കുറച്ച് കുറയ്ക്കാം. നിനക്ക് ചിലപ്പോ അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റൂല. എന്നാലും ക്രിസ്ത്യാനോ റൊണാൾഡോ
കുറയ്ക്കണം, എമൗണ്ട് വേണേ കുറയ്ക്കാം. ഇല്ല വേണ്ട വേണ്ട. ഐ ബിലീവ്. തോറ്റാലും ഒന്നുമില്ല അറിയാ. എന്തായാലും ആ 10K ഈഗിൾ ബ്രോയ്ക്കുള്ളതാ, അത് ഉറപ്പാ. You haven't told me much about ഫുള്ള് ഫുട്ബോള് വീഡിയോ മിസ്. അത് ഫുട്ബോളിന്റെ ഞാൻ എന്താ ഇവിടെ മൊത്തം ഫുട്ബോളിന്റെ വീഡിയോ ആണ്ടാ. ഇനിയിപ്പോ വേൾഡ് കപ്പ് കഴിയുന്ന വരെ നമ്മളിത് കാണേണ്ടി വരും. ഞാൻ ഈ പൊട്ടനെ പോലെ ഒന്ന് റിയാക്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ് ഈ വട്ടത്തെ വേൾഡ് കപ്പ് കാണാനുള്ള പ്ലാൻ വെച്ചത്. എടാ അപ്പൊ ഈ ഞാൻ ഒരു ഡൗട്ടോടെ ചോദിച്ചിട്ടെ, ഒരു ഡൗട്ടോടെ. അപ്പൊ ഈ ബാഴ്സലോണ എന്നൊക്കെ പറയണ ടീമുകളൊക്കെ ഈ നമ്മുടെ ക്രിക്കറ്റിൽ IPL ഒക്കെ നടക്കുന്ന പോലത്തെ ലീഗാണോ? ബാർസലോണ അറിയാ, അത് ലീഗല്ല, അത് കൺട്രി. ബാഴ്സലോണയാ? അയ്യോ അളിയാ, സോറി ബാർസലോണ എന്ന് പറഞ്ഞാൽ ഇവനേക്കാൾ അറിയാം കേട്ടോ. അപ്പൊ എനിക്ക് ഇവനേക്കാളും ക്ലബ് ഫുട്ബോൾ ആണല്ലേ, സ്പാനിഷ് ലീഗ്. ഓ ഓക്കെ 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 ഓക്കെ. പെട്ടെന്ന് ബ്രസീൽ എന്നാക്കി. സോറി. അവിടുത്തെ റൊണാൾഡോയുടെ ടീം ഏതാ അപ്പം? ഏടാ രഘുലേ? ഏത് ഈ സ്പാനിഷ് ലീഗിലാ? ഇല്ല ഇവിടെ മറ്റേ റിയൽ മാഡ്രിഡ് മാറി. ഇപ്പൊ റിയൽ മാഡ്രിഡ് ഇല്ല. റിയൽ മാഡ്രിഡ് ഇല്ല ഇപ്പൊ? ഇല്ല, റിയൽ മാഡ്രിഡിൽ ഇപ്പൊ ഇല്ല റൊണാൾഡോ. മനസ്സിലായ അണ്ണാ 4 hours എടുത്ത് കഷ്ടപ്പെട്ട് MS പെയിന്റിൽ 4 വയസ്സുള്ള ബ്രദർ 4 ദിവസം കൊണ്ട് വരച്ചത്. അണ്ണ എങ്ങനെയുണ്ട്? കൊള്ളാം. ഇത് ആരാണ് ശരിക്കും? ഫോൺ പിടിച്ചോണ്ടിരിക്കുവല്ലോ. അയ്യോ എടാ, ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല ബ്രോ, സത്യമായിട്ട് 4 വയസ്സുള്ള പയ്യനാണോ? താടിയില്ലാത്ത കണ്ട അറിഞ്ഞൂടെ എണ്ണ ആരാന്ന്? നിക്കോളൻ ഈ BC വന്നിരുന്ന ഞാൻ അടിക്കും കേട്ടാ. ഇനി BC വന്നിരുന്നാ മാമുക്കോയ. എടാ 4 വയസ്സുള്ള കൊച്ചു പയ്യനാണ് അവൻ വരച്ചത് മോനെ. എടാ താങ്ക് യു സോ മച്ച്. മീൻസ് താങ്ക് യു സോ മച്ച്. ഇന്ത്യൻസ് ക്യാൻ മേക്ക് എ AAA ലെവൽ ഗെയിംസ്. ഇത് ഗെയിം ഇറങ്ങിയോ? ഇത് ഇറങ്ങിയിട്ടില്ലല്ലോ. ട്രെയിലർ മാത്രമല്ല വന്നല്ലോ ഉള്ളൂ. ഇത് ഇറങ്ങിയിട്ടില്ല. അപ്കമിങ്. ഓക്കെ 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 ഓക്കെ. എടാ PS5 എക്സ്ക്ലൂസീവ് ആടാ. ഉണ്ട്. ഉണ്ടോ? സ്റ്റീമിലുണ്ട്. സ്റ്റീമിൽ വന്നോ? ട്രെയിലർ നമ്മൾ കണ്ടായിരുന്നു. ഞാൻ ഓർത്ത് ഇത് ഇറങ്ങിയെന്ന്. രഘുലേ ഗെയിം സ്ട്രീം ചെയ്യണോ നീ? രഘുലോ കോച്ച് സ്ട്രീം ചെയ്യോ? കോച്ച് ഗെയിം കോച്ച് ക്യാരക്ടറായിട്ട് കളിക്കണം പ്ലീസ്. അണ്ണാ ഇത് സ്റ്റാൻഡ് ഓഫ് ആണ്. ഞാൻ കളിച്ചിട്ടുണ്ട്. സെറ്റായി വരുന്നുള്ള എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയണേ. സ്റ്റാൻഡ് ഓഫ് ഇത് മൊബൈൽ ഗെയിം ആണ്. CSGO പോലെ തന്നെ ഉണ്ടല്ലോ. ഇത് CSGO. ഇത് സെയിം CSGO കണ്ടാ. മറ്റേ ഇതിലെ പാറ്റേൺ ഒക്കെ നോക്ക്. ഗണ്ണിലെ പാറ്റേൺ മൂവ്മെന്റും. ഇത് CSGO തന്നെ. കൊള്ളാം. ഇതിന്റെ പേരെന്താ? സ്റ്റാൻഡ് ഓഫ് 2. ഓക്കെ കറക്റ്റ് 11:30 ആവുമ്പോ പറയണേ. 11:30 ആവുമ്പോ നമ്മള് ജെയിംസ് ബോണ്ട് 007 കളിക്കാൻ പോകുന്നു. Okay? This is proof the golden age.
അതിന്റെ വേറെ കഥയോ സ്റ്റോറി എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ആദ്യം തൊട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി മനസ്സിലാവും, അല്ലെങ്കിൽ ലൈവ് ഇവിടെ ഉണ്ടാവും. ഞാൻ ഇത് വേണമെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ അപ്ലോഡ് ചെയ്യാം. എടാ എന്നെ നീയൊക്കെ പറഞ്ഞു പറ്റിച്ച, നീയൊക്കെ വെറും കള്ളന്മാരാണ്. എനിക്കത് പറയാൻ മറന്നുപോയി ഞാൻ. നീയൊക്കെ കള്ളനാ, നീയെല്ലാം ലൈവ് കാണുന്നതിനെല്ലാം കള്ളന്മാരാ നീയൊക്കെ. 10 മണിക്കൂർ 15 മണിക്കൂർ ഉള്ളെന്ന് പറഞ്ഞിട്ടേ നീയൊക്കെ അത് 40 മണിക്കൂർ എന്തുകൊണ്ട് അതിന്റെ ഫുൾ ഗെയിമില് തുടങ്ങാൻ വേണ്ടി എന്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞ് ഞാനാണെ വാക്കും തന്നുപോയി. വാക്ക് വാങ്ങിച്ചില്ലെങ്കിൽ നീ എന്നെ ഗുണ്ടേന്നും വിളിക്കും. അതുകൊണ്ട് മാത്രം ഞാനത് ഇന്ന് മേടിച്ചത്. 40 മണിക്കൂർ 40 മണിക്കൂർ 2 ദിവസത്തിലധികം അത് തീർക്കും. കള്ളൻ ഉറുമ്പ് അടിക്കണം ഇവന്റെയൊക്കെ മനത്തില്. The golden age of toys. Age of toys has already happened because in the 1980s, Hot Wheels created cars that were designed to crash by using spring-loaded body panels that simulated damage in real time. Since when hit against a wall or obstacle, a panel on the car would spin to reveal dented or wrecked detailing, reminding us that the best toys were built, not programmed. അത് പറഞ്ഞപ്പോ ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചിട്ടെ. നിങ്ങൾക്ക് ഈ കളക്ഷൻസ് ഒക്കെ പ്രാന്തുണ്ടെങ്കിൽ ഞാൻ പുതിയൊരു ബ്രാൻഡ് റെക്കമെൻഡ് ചെയ്ത് തരാം. ഹോട്ട് വീൽസ് ഒക്കെ പോലെ ചൈനീസ് ബ്രാൻഡാ, മസ്ബി എന്ന് പറഞ്ഞിട്ട്. ഇതാണ് സാധനം കണ്ട. ഇത് ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ചതാണേ. ഇതിന്റെ വെയിറ്റ് എന്നൊക്കെ പറഞ്ഞ കേസ് ഉണ്ടല്ലോ, ഒരു ഐറ്റം സാധനമാണ്. പക്ഷെ വെയിറ്റ് നിങ്ങൾ ഒരു മൊത്തം വെയിറ്റ് ഭയങ്കര സ്റ്റീലിന്റെ സാധനമാണത്. ഇത് കണ്ട ഡീറ്റെയിലിംഗ് കണ്ടോ വണ്ടിയുടെ. കിടില സാധനമാണ്. മസ്ദി എന്നാണ് ബ്രാൻഡിന്റെ പേര്. 1:64 സ്കെയില്. താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. മനസ്സിലായോ? എവിടെ മേടിച്ചു ഇതിന് 1800 രൂപ എന്തോ ആണ് ഈ സാധനത്തിന്. ഞാൻ പിന്നെ ദേവൂട്ടൻ ഭയങ്കര ബഹളം വെച്ചിട്ട് ഒട്ടും അവന്റെ ഇത് സഹിക്കാൻ വയ്യാതെ ഞാൻ വേറൊരു വണ്ടിയും കൂടെ എനിക്ക് മേടിക്കേണ്ട വന്ന്. ഞാൻ കാണിച്ചു തരാവേ, ഒരു സെക്കൻഡ്.